അപ്പോൾ നമ്മുടെ ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഡബ്ബിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാൻ പറ്റില്ല. ഞാൻ എൻ്റെ കൈ കിട്ടിയത് വായി കിട്ടിയതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഡബ്ബ് ചെയ്യണമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ മുക്ര കുത്തുമോ നന്നായിട്ട് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഡബ്ബ് ചെയ്യാൻ പോവാണ്. ആലപ്പുഴയാണ്. അപ്പോൾ രാവിലെ തന്നെ പോവുകയാണ്. സിനിമയുടെ പേര് തഗ് എന്നാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ഡ്രസ്സ് ഉണ്ടോ? അപ്പോൾ ഡ്രസ്സ് കണ്ടോ? സൂപ്പറാണോന്ന് ചോദിക്കും. അങ്ങോട്ട് ചോദിക്കും സൂപ്പറാണോന്ന് ചോദിക്കും. എല്ലാവരും ചോദിക്കും സൂപ്പറാണോന്ന്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അങ്ങനെ എല്ലാവരും സ്വപ്നം കണ്ടിരുന്ന ആ ദിവസം വന്നെത്തിയല്ലേ. ഞാൻ ഡബ് ചെയ്യുകയാണ് സ്റ്റുഡിയോയിൽ. ഞാൻ അഭിനയിച്ച പടത്തിന് ഡബ് ചെയ്യാണ്. ഇതെല്ലാം എനിക്ക് വന്നു ചേർന്ന് എൻ്റെ അമ്മയുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളുടെ പ്രാർത്ഥനയുമാണ് ഞാൻ ഇന്ന് ഈ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം. അതിനെല്ലാവരോടും എനിക്ക് ആദ്യം തന്നെ നന്ദിയുണ്ട്. ഞാൻ സ്വപ്നം പോലും കാണാത്തൊരു ഏരിയയിൽ എല്ലാവരും കൂടി എന്നെ എത്തിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഒത്തിരി നന്ദിയുണ്ട് അതിൽ. ഹായ്. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഞാൻ ഇന്ന് സ്റ്റുഡിയോയിൽ പോയി ആദ്യമായിട്ടൊരു സിനിമ ചെയ്തതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. തെങ്ങ് കയറാൻ പോകുമ്പോഴും പൊറോട്ടക്കമ്പനി പോകുമ്പോഴും ഒരു സ്ഥലത്ത് ഞാൻ പണിക്ക് പോകുമ്പോഴും ഈ ഒരു ഫീൽഡിലോട്ട് വരുമെന്നോ ഇത്രയും വലിയ ഞാൻ ഈ വിജയുടെ കട്ട ഫാനാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ വിജയാണ്. വിജയ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ എനിക്ക് വിജയുടെ കാര്യം പറഞ്ഞ് ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ കാണിക്കാറുണ്ട്. വിജയുടെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പോയി കണ്ടില്ലേ ഭയങ്കര സമാധാനക്കേടാണ്. അപ്പോൾ ചേട്ടാൻ്റെ അടുത്ത് പറയും ഞാനാണോ വിജയാണോ നിനക്ക് വലുതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും വിജയാണെന്ന്. വിജയ് കയറ്റമുള്ളതെന്ന് പറയാറുണ്ട്. അത് വേറെ ഒന്നും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഞാൻ വിജയനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ശിങ്കാരിമേളം കൊട്ടാൻ പോകുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് കോയമ്പത്തൂർ കൊട്ടാൻ പോയ സമയത്ത് ഇത് ചെന്നൈ സിൽസിൻ്റെ ഉദ്ഘാടനം വിജയാണ് ചെയ്തത്. അപ്പം നേരിട്ട് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുണ്ട്. പാവ സിമ്പിൾ ഒരു മനുഷ്യനാണ്. സിനിമയെ കാണുന്ന ആളെയല്ല. അപ്പോൾ അങ്ങനെ ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ എനിക്ക് വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. നടന്മാരിലായാണ്. പിന്നെ ഈ ഇടയായിട്ട് കുറേ ഒരു കട്ട ഫാനായിട്ട് ഒരാളായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കട്ടഫാനാണ്. ഇവിടെ പിള്ളേരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ഒന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും പ്രോഗ്രാം വന്നാൽ ദൈവമേ ചെയ്യാൻ ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് എന്നെ ഒന്നുകൂടെ കാണിക്കണേ, ആ കൊച്ചിനെ കാണിക്കണേ എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ വേടൻ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് പറയാം കൊച്ചിനെ. വേടൻ എനിക്ക് ജീവനാണ്. അപ്പോൾ രേഷയുടെ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നത് നമ്മുടെ മരിച്ചു കലാഭവനിച്ചേട്ടൻ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ആ കൊച്ചു വരുമ്പോൾ കാണാറുള്ളത്. ആദ്യമൊക്കെ ഈ കൊച്ചിന് പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഇങ്ങനെ കേട്ടിരിക്കുന്നല്ലാതെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നു. പിന്നെ കണ്ണീരെല്ലാം വളരെ കെട്ടത് ആ പാട്ടാണ് ഈ കൊച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതിനൊന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇതെങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്? ഞാൻ എന്നതാ അവിടെ പറയാൻ വന്നത്? സോറി ഗൈസ്, സോറി. അപ്പം ഞാനൊരു പടത്തിൽ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ തഗ് എന്നാണ് പടത്തിൻ്റെ പേര്, തഗ് എന്നാണ്. അപ്പോൾ എല്ലാവരും കാണണം. നമ്മുടെ സിനിമ പോയി. അപ്പോൾ അതിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അത് പോയി ചെയ്തു കേട്ടോ. ഇന്നലെ പോയി. ഇത് തന്നെ പൊട്ടത്തരവാ. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു പോയി. അപ്പോൾ നിങ്ങൾ കാണുമല്ലോ. ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അവിടെ ചെന്ന ഫീലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. ഇവിടുന്ന് പോയപ്പോൾ ഞാൻ ചേട്ടാടെ പുറത്തൊക്കെ ഞുള്ളിയും പിച്ചിയും പറിച്ചും കടിച്ചും ഒക്കെയാണ് പോയത്. കാരണം എനിക്ക് ടെൻഷൻ കയറിയിട്ട് തീരെ പറ്റാനില്ലായിരുന്നു. ഞാനിത് ചെയ്തിട്ടില്ലാത്തൊരു ഫീൽഡാണ്, കണ്ടിട്ടില്ലാത്തൊരു ഫീൽഡാണ്. അതിൻ്റെ ടെൻഷനും വിഷമമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചില്ലിങ്കൂട് പോലത്തെ ഒരു റൂം. ആ റൂമിൽ നമ്മൾ മാത്രമേ നിൽക്കത്തുള്ളൂ, ബാക്കി എല്ലാവരും പുറത്തായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറി ഇപ്പോൾ എനിക്കൊരു സാധനം ഓർമ്മ വന്നത്, ഈ ദൈവങ്ങളെയൊക്കെ ചില്ലിങ്കൂട് വെച്ച് പ്രതിഷ്ഠിക്കുക എന്ന് പറയലേ എന്ന് പറഞ്ഞാൽ എന്നെ കയറ്റിയുള്ള പ്രതിഷ്ഠിച്ച പോലത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചെവിയിലേക്ക് ഇങ്ങനെ ഒരു മൈക്ക് പോലത്തെ സാധനമൊക്കെ വെച്ച് വട്ടത്തിലുള്ള ഒരു മൈക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നിന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവങ്ങളെല്ലാം വിളിച്ചിറക്കി. ഞാൻ എന്തു പറയും, ഭയങ്കര ഫീലായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ദൈവത്തെ വിളിച്ചിറക്കി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എല്ലാം ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 20 മിനിറ്റുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ്
തീർത്തു. ഒത്തിരി സന്തോഷമായിരുന്നു. എനിക്ക് ആ മുറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ദേഷ്യത്തെ കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റും, നെഞ്ചിങ്ങനെ പൊട്ടിപ്പോണ തോന്നി. പിന്നെ അവരൊക്കെ ഒരുമിച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷെ എന്ത് പറയും, എനിക്കത് ഓർക്കുമ്പോൾ തന്നെ മനപ്രയാസമൊക്കെ വരും. സന്തോഷമാണ്, ആ കൂടെ സങ്കടം വരും. അപ്പോൾ ഒത്തിരി സന്തോഷം. ദൈവം എന്നെ ഇവിടെ ഇത്ര ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒത്തിരി കഷ്ടപ്പാടുകൾ വന്നുകൊണ്ട് ആ കഷ്ടപ്പാട് കണ്ട ദൈവം എന്നെ ഇത്രയൊക്കെ എത്തിച്ചു. ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്തൊരു ഏരിയയാണിത്. അപ്പോൾ എന്തോ അതിലേക്കാണ്ട് പോയൊരു വര ഇതിലേ കയറി ഇങ്ങോട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണേലും പറ്റി പിന്നെ അത് പോട്ടെ. അപ്പോൾ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നമ്മുടെ പടത്തിൽ ഇവർ തഗ്ഗെന്നാണ്. നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് സായി കുമാർ സാറ്, സിദ്ദിഖ് സാറ്, അതുപോലെ തന്നെ ബിന്ദു പണിക്കർ, ധ്യാൻ ശ്രീനിവാസൻ, ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതിൻ്റെ അകത്ത്. അതിലൊരു ഭാഗമാകാൻ എനിക്കും പറ്റി. എൻ്റെ ഭർത്താവോട് അഭിനയിച്ച മനോജേട്ടനാണ്, മിമിക്രിയൊക്കെ ചെയ്യുന്ന മനോജേട്ടനാണ് എൻ്റെ ഭർത്താവോട് അഭിനയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഒത്തിരി സന്തോഷം. നമ്മുടെ പടം ഇറങ്ങുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ ആ കൂടെ തന്നെ വേറൊരു സന്തോഷം കൂടെ എനിക്ക് പങ്കുവെക്കാനുണ്ട്. പാചകം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടുന്ന് പോകുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലൊരു വിന്നറാകുമെന്ന്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചേ അല്ല ഇവിടുന്ന് പോയത്. അപ്പോൾ പാചകത്തോട് കൂടെ തന്നെ പാചകവും വേണം, ഡാൻസ് വേണം, പാട്ട് വേണം, അങ്ങനെ കുറേ കലാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെന്നപ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ വലിയ ഈ ഫീൽഡിലൊക്കെ ഒത്തിരി വർഷങ്ങളൊക്കെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരായിരുന്നു മൊത്തം. പിന്നെ ജഡ്ജസായിട്ട് ലീഡറായിട്ട് നമ്മളെ റീന ചേച്ചിയായിരുന്നു, റീന ബഷീറായിരുന്നു എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് ഒത്തിരി സംസാരിച്ചു. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളാണെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എന്തു പറയാൻ, എനിക്ക് അവിടെ ചെന്നപ്പോഴും ടെൻഷനായിരുന്നു. ഞാൻ മാത്രം ആകുമെന്നുള്ള ടെൻഷനാണ്. പക്ഷേ എല്ലാം ഞാൻ അവസാനം വിധി പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ആകെ ഇതായ ഇങ്ങനെ എനിക്കല്ല, എന്നിലെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ വെറുതെ ഇങ്ങനെ ഇത് കേൾക്കാതെ ഇങ്ങനെ നിന്ന സമയത്ത് പെട്ടെന്ന് എന്താ ഇങ്ങനെ നിൽക്കുന്നത്. അത് പാചകത്തിൽ ഏറ്റവും വിദഗ്ധനായ ഒരു ആളാണ് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്, ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറഞ്ഞതും പുള്ളി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എന്താണ് നിൽക്കുന്നത്, സുതിമോളെ വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ സന്തോഷം കയ്യൊക്കെ അടിച്ചപ്പോഴത്തേക്ക് അവരോട് ഡാൻസ് കളിച്ച് വരാൻ പറഞ്ഞ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഒത്തിരി സന്തോഷം. അവിടെയും പോയി എനിക്ക് വിന്നറാകാൻ പറ്റി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒട്ടും വിചാരിച്ചേ ഇല്ല അങ്ങനെയൊന്നും. അല്ല ഒത്തിരി സന്തോഷം. അവിടെ നിന്ന് കിട്ടിയ എനിക്ക് ആ ട്രോഫിയുടെ കൂടെ തന്നെ വേറൊരു സമ്മാനം കിട്ടിയതാണ് കീർത്തി നിർമ്മലിൻ്റെ 5 കിലോ അരിയും 1 കിലോ വെളിച്ചെണ്ണ. ഇത് കീർത്തി നിർമ്മലിൻ്റെ തന്നെ വെളിച്ചെണ്ണയാണ്, സൂപ്പർ വെളിച്ചെണ്ണയാണ്. ഞാൻ അവിടെ വെച്ച് ഒഴിച്ച് കറി വെച്ചുകൊണ്ട് എനിക്കറിയാം നല്ല സ്മെല്ലായിരുന്നു ഇതിന്. അതിൻ്റെ മാനേജരും അതിൻ്റെ മെയിൻ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് സംസാരിച്ചു. എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതാണ്, മെമ്പർഷിപ്പിന് പോലുള്ള വീഡിയോസ് എല്ലാം കാണുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. അത്ര വലിയ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിലൊക്കെ അഭിമാനിക്കുന്നു. അപ്പം ഈ സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അതുപോലെ തന്നെ നമുക്ക് ഈ വിന്നറായി ട്രോഫി അടുപ്പിച്ചുകൊണ്ട് പോകണേ. ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ട്രോഫിയാണ്. ഒത്തിരി സന്തോഷമായി. കാരണം ഇങ്ങനെ ഇതുപോലെ ഒക്കെ സ്വപ്നമാണോ ഗൈസ് ഞാൻ ചിന്തിക്കാറുണ്ട് ഗൈസ്. എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും സ്വപ്നമാണോ അതോ എനിക്ക് തോന്നുന്നതാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജനങ്ങളുടെ സപ്പോർട്ട്. ഇനി ഞാൻ നിർത്തുന്നതാണേ. ഇനി ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ മൈൻഡ് മാറി കരഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സന്തോഷമായിട്ട് നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.